ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ കഴിഞ്ഞ തവണത്തെ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. കാർലോ ആഞ്ചലോട്ടി അതിനുള്ള ഒരു വിശദീകരണമൊക്കെ നൽകിയിരുന്നു. അതായത് നെയ്മർ ജൂനിയർ പൂർണ്ണമായും സജ്ജനായിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തത് എന്നായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ നെയ്മറെ താൻ പരിഗണിക്കുന്നുണ്ട്, നെയ്മറെ പരിശീലിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി പറയുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പിന് കഴിഞ്ഞ ദിവസം ആഞ്ചലോട്ടി ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിൽ ഒരിക്കൽ കൂടി നെയ്മർ ജൂനിയറെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മറുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താണ്, നെയ്മർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത ജൂൺ മാസം ആവുമ്പോഴേക്കും റെഡിയായി ഇരിക്കുക, അതായത് ഫിസിക്കലി നല്ല കപ്പാസിറ്റി കൈവരിക്കുക, അത് മാത്രമാണ് നെയ്മർ ജൂനിയർ ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ ബ്രസീലിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജൂൺ മാസം ആവുമ്പോഴേക്കും റെഡിയായി ഇരിക്കുക, അതാണ് നെയ്മറുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. കളിക്കാൻ ആവശ്യമായ മുഴുവൻ ഫിറ്റ്നസും അദ്ദേഹം കൈവരിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഫിസിക്കൽ കണ്ടീഷനിൽ ആണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ പങ്കെടുക്കാം. ടെക്നിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒന്നുമില്ല, ഫിസിക്കൽ മാത്രമാണ് പ്രശ്നം. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറുടെ കളി മികവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയങ്ങൾ ഒന്നുമില്ല, പക്ഷെ നെയ്മർ ഇപ്പോഴും ഫിസിക്കൽ ഫിറ്റ്നസ് കൈവരിച്ചിട്ടില്ല എന്നാണ് കാർലോ ആഞ്ചലോട്ടി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെയ്മറെ കഴിഞ്ഞ തവണ അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുള്ളത്. വരുന്ന ജൂൺ മാസം ആവുമ്പോഴേക്കും ഏറ്റവും മികച്ച രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മാറ്റുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയർക്ക് നൽകിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.